പ്രിയപ്പെട്ടവരെ, നമ്മൾ തമിഴ്നാടിൻ്റെ അതിർത്തി ജില്ലയിലുള്ള നീലഗിരിക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് തമിഴിലുള്ള ഫോമുകൾ, SIRൻ്റെ ഫോമുകൾ എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത സാഹചര്യം നിലവിലുണ്ട്. കാരണം തമിഴിലാണ് ഫോമുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് ഇത് പൂരിപ്പിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. എല്ലാവരും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇവിടെ ഇന്ത്യൻ തേർതൽ ആണയം കണക്കീട്ട് പഠിവം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഏറ്റവും മുകളിലുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ പേരും അതിൻ്റെ അഡ്രസ്സ്, അതുപോലെ വോട്ട് ചെയ്യുന്ന സ്ഥലം, എല്ലാ സ്ഥല വിവരങ്ങളും പ്രിൻ്റായിട്ട് തന്നെ അതിൽ വന്നിട്ടുണ്ടാവും. അതോടൊപ്പം നമ്മുടെ പഴയ ഫോട്ടോയും ഇവിടെയുണ്ട്. പുതിയ ഒരു ഫോട്ടോ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള 2 ഫോമുകളാണ് നമുക്ക് നമ്മുടെ BLO നമുക്ക് നൽകുന്നത്. അതിൽ നിന്ന് 2ഉം ഒരുപോലെ ഫില്ലപ്പ് ചെയ്ത് ഒന്ന് നമ്മൾ സൂക്ഷിക്കുകയും ഒന്ന് അവർക്ക് നൽകുകയുമാണ് വേണ്ടത്. ആദ്യമായിട്ട് ഇവിടെ ചെയ്യേണ്ടത് പിറന്ന തീയതി എന്നാണ്, എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്. അത് കൃത്യമായിട്ട് നമ്മുടെ രേഖയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഫില്ലപ്പ് ചെയ്യുക. അതുപോലെ ആധാർ വിറുപ്പത്തേർവ് എന്നുണ്ട്, എന്ന് വെച്ചാൽ ആധാർ നമ്പറാണ്, അത് വേണമെങ്കിൽ നിങ്ങൾ ഫില്ലപ്പ് ചെയ്താൽ മതി എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ കൈപ്പേസി എന്ന് കൊടുത്തിട്ടുണ്ട്. കൈപ്പേസി എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്തയിൻ അല്ലത് പാതുകാവലറിൻ പെയർ എന്ന് വെച്ചാൽ ഉപ്പയുടെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ പേര് ഇവിടെ എഴുതുക. അതുപോലെ തന്തയിൻ പാതുകാവലറിൻ പുകൈപ്പട അടയാള അട്ടയ്യൻ എന്ന് പറഞ്ഞാൽ വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ നൽകേണ്ടത്. ഉപ്പയുടെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ നൽകേണ്ടത്. പിന്നെ തായാറിൻ പെയർ, ഇവിടെ തായാറിൻ പെയർ എന്നുള്ള സ്ഥലത്തും നമ്മൾ ഉമ്മയുടെ പേരാണ്, നമ്മുടെ ഉമ്മയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തായാറിൻ വാക്കാളർ പുകൈപ്പട അടയാള അട്ടയ്യൻ അതുണ്ടെങ്കിൽ, അതായത് അവരുടെ ID കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ ചേർക്കേണ്ടത്. തുണൈവറിൻ പെയർ, അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താണെങ്കിൽ ഭാര്യ, അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. തുണൈവറിൻ വാക്കാളർ പുകൈപ്പട അടയാള അട്ടയ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ID കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഇത് 2022 ലിസ്റ്റിൽ പേരുള്ളവർ മാത്രമാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഫില്ലപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് മുകളിലെ ഭാഗം നിർബന്ധമായും ഓരോരുത്തരും ഫിൽ ചെയ്യേണ്ടതുണ്ട്. തൊട്ട് താഴെ ഈ ഇടത് ഭാഗത്തുള്ള ഈ ഭാഗം 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവരാണ് ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ മുകളിൽ കൊടുത്തത് കാണാം, മുന്തയ സിറപ്പ് തീവ്ര തിരുത്തത്തിൻ ഉള്ള വാക്കാളർ പട്ടികയിൽ ഉള്ള വാക്കാളറിൻ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് 2002 നമ്മൾ ആ ലിസ്റ്റ് പ്രഖ്യാപിച്ച സമയത്തുണ്ടായിരുന്ന അതിലുള്ള ആളുടെ പേരുകളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിലുള്ള ആളാണെങ്കിൽ അതിലുള്ള വാക്കാളറിൻ പെയർ, അതായത് വോട്ടറുടെ പേര് ഇവിടെ എഴുതുക. അദ്ദേഹത്തിൻ്റെ വാക്കാളർ പുകൈപ്പട അടയാള അട്ടയ്യൻ എന്ന് പറഞ്ഞാൽ ID കാർഡിന് നമ്പർ എഴുതുക. പിന്നെ ഉറവിനറിൻ പെയർ, ബന്ധുവിൻ്റെ പേരാണ് ആരാണ് വെച്ചാൽ അത് എഴുതുക. ഉറവ് മുറൈ, എന്താണ് അവരുടെ ബന്ധം, ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എങ്ങനെ വെച്ചാൽ അത് എഴുതുക. മാവട്ടം എന്നുള്ളത് ജില്ലയാണ്, ആ ജില്ല നമ്മൾ എഴുതേണ്ടതുണ്ട്. അതുപോലെ മാനിലം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, തമിഴ്നാടാണ് ഇവിടെ വരിക, തമിഴ്നാട് എഴുതുക. സട്ടമണ്ഡൽ തൊകുതിയിൻ പെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോജക മണ്ഡലം, അപ്പോൾ ഇവിടെ ഗൂഡല്ലൂരാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി 2002 ലിസ്റ്റിൽ പേര് ഇല്ലാത്ത ആളാണെങ്കിലാണ് ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയും എന്താക്കുക, മുകളിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക, മുന്തയ സിറപ്പ് തീവ്ര തിരുത്തത്തിൻ വാക്കാളർ പട്ടികയിൽ ഉള്ള വാക്കാളറിൻ ഉറവിനറിൻ പെയർ, സ്വന്തം പേരല്ല, കാരണം നമ്മുടെ പേരുകളൊക്കെ മേലെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വോട്ടറുടെ ആരാണ് ഉറവിനർ എന്ന് പറഞ്ഞാൽ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അതുപോലെ പുകൈപ്പട അടയാള അട്ടയ്യൻ, ID കാർഡ് നമ്പറാണ് എഴുതേണ്ടത്. പിന്നെ ഉറവിനറിൻ പെയർ, ആരാണ് നമ്മുടെ ബന്ധു, അതായത് 2002 ലിസ്റ്റിലുള്ള നമ്മുടെ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഉറവ് മുറൈ, അവരുടെ എന്താണ് ബന്ധം. മാവട്ടം, അതായത് ജില്ല, മാനിലം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, സട്ടമണ്ഡൽ തൊകുതിയിൻ പെയർ അത് എഴുതുക. പിന്നെ അതേപോലെ സട്ടമണ്ഡൽ തൊകുതിയിൻ പെയർ എന്നുകൊണ്ട് താഴെയുണ്ട്. ഇത് ഗൂഡല്ലൂർ 128 2002 പുതിയത് മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്.
അതുപോലെ ഭാഗം എൺ എന്ന് പറയുന്നുണ്ട്. ഭാഗം എൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പ്യൂട്ടറിൽ നോക്കി നമുക്ക് കാണാം. ഓരോന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നീലഗിരി ജില്ല നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ ഗൂഡല്ലൂർ നിയോജക മണ്ഡലമാണ്. പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേഷനുകൾ. ഇതിൽ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഇതാണ് നമ്പറുകൾ. ഉദാഹരണമായിട്ട് 1 പഞ്ചായത്ത് യൂണിയൻ പ്രൈമറി സ്കൂൾ കൊന്നച്ചാലാണ് കാണുന്നത്. അതേസമയം കുറച്ച് താഴോട്ട് വന്ന് 36 ഡിവിഷണൽ മാനേജർ ഓഫീസർ റൂം 10T ചേരങ്കോടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഭാഗം എൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 46, 33 അങ്ങനെയുള്ള ഭാഗം എൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ വരിസൈ എണ്ണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളുടെ സെലക്ട് ചെയ്ത് ഇപ്പോൾ എടുത്ത് ഇവിടെ ക്യാപ്ച കൊടുക്കാനുണ്ട്, അത് കൊടുക്കുക. വരുന്ന സമയത്ത് അത് ലോഡായി നമ്മുടെ അന്നത്തെ 2002 ലിസ്റ്റിലുള്ള ആളുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇതാണ് ഇവിടെ ഈ സൈഡിൽ കാണുന്നതാണ് ഈ വരിസൈ എണ്ണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് റോൾ നമ്പർ, ഓക്കെ, സീരിയൽ നമ്പർ. അപ്പോൾ ആ സീരിയൽ നമ്പറിൽ എത്രാമത്തെ നമ്പറിലാണ് ഇവരെ പേരുള്ളത് എന്നുള്ളതും കൂടി നമ്മളവിടെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ലപ്പ് ചെയ്യുമ്പോൾ സട്ടമണ്ടർ തൊകുതിയിൻ പെയർ, അപ്പോൾ എൺ അല്ലെങ്കിൽ പെയർ, അപ്പോൾ എത്രയാണ് 128 ആണ്, അല്ലെങ്കിൽ പെയർ എന്നാണ് ഗൂഡല്ലൂർ എന്ന് ആണെങ്കിൽ ഗൂഡല്ലൂർ എഴുതാം. അത് ഭാഗം എന്നുള്ളത് നമ്മൾ ഏത് ഭാഗത്തിലുള്ളതാണ് വരുന്നത് പിന്നെ നേരത്തെ കാണിച്ചു തന്നു, കമ്പ്യൂട്ടറിൽ കണ്ടതാണ്. അത് എടുത്തിട്ട് ഇവിടെ ആ നമ്പർ എഴുതുക. ആ ഓപ്പൺ ആക്കുന്ന സമയത്ത് എത്രാമത്തെ നമ്പർ സീരിയൽ നമ്പറിലാണോ നമ്മുടെ ആ ബന്ധുവിന്റെ പേര് വരുന്നത് അത് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെയും എഴുതേണ്ടത് ഒരേ സംഗതി തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ 2002 പേര് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എഴുതുക. അതല്ല എങ്കിൽ 2002 ശേഷമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ബന്ധുവിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം സ്വന്തം പേരുകളും വിവരങ്ങളും മുകളിൽ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ ഇവിടെ നമ്മൾ എന്താക്കണം, നമ്മുടെ സൈനും കൂടി ചെയ്യേണ്ടതുണ്ട്. സൈൻ ചെയ്ത് ഇതിൽ 2 കോപ്പിയും ഇതുപോലെ ഫില്ലപ്പ് ചെയ്ത് ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കുകയും മറ്റേ കോപ്പി നമ്മുടെ ഈ BLOക്ക് നമ്മൾ തിരിച്ചു നൽകുകയും ചെയ്യണം. ഓക്കെ.